ഹായ് ഫ്രണ്ട്സ്, ഞാൻ ടൊമാറ്റോയുടെ ക്ലാസിഫിക്കേഷൻ, കോമ്പോസിഷൻ, മാനുഫാക്ചർ, പാക്കേജിങ്, സ്റ്റോറേജ് ആൻഡ് ഡിഫക്ട്സിൻ്റെ പാർട്ട് ഫസ്റ്റ്. ഇതാണ് നമ്മുടെ FSO സിലബസ്. ഇതിൻ്റെ പാർട്ട് ഫസ്റ്റ് നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലാണ് ക്ലാസിഫിക്കേഷൻ, കോമ്പോസിഷനൊക്കെ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് മാത്രമേ സെക്കൻഡ് പാർട്ട് കാണാവൂ. നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ പാർട്ട് ഫസ്റ്റ് കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് കാണാം. നമ്മൾ പറഞ്ഞായിരുന്നു പ്യൂരി, പേസ്റ്റ്, പൗഡർ, കെച്ചപ്പ്, സോസ്, സൂപ്പ്, ഹോൾ ക്യാൻഡ് ഫ്രൂട്ട്സ് ഒക്കെയാണ് ഇതിൻ്റെ പ്രോഡക്റ്റ്സ്, ടൊമാറ്റോ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. പിന്നെ നോക്കേണ്ട രണ്ട് വേർഡ്സ് ടോട്ടൽ സോളിഡ് കണ്ടൻറ്റും ടോട്ടൽ സോൾബിൾ സോളിഡ്സുമാണ്. ടോട്ടൽ സോളിഡ്സ് എന്ന് പറയുന്നത് ജലത്തിൽ ലയിക്കാത്ത ടൊമാറ്റോയുടെ അകത്ത് എത്ര പെർസെൻറ്റേജ് ഉണ്ട്, എത്ര പെർസെൻറ്റേജ് അതിൻ്റെ പീല്, അതിൻ്റെ സീഡ്സ്, അതുപോലെ ഡയറ്ററി ഫൈബർ, ഇതിനൊക്കെ ടോട്ടൽ സോളിഡ്സ് ആണ്. ജലത്തിൽ ലയിക്കാത്ത വസ്തുക്കളെല്ലാം കൂടി ചേർത്താണ് ടോട്ടൽ സോളിഡ്സ് എന്ന് പറയുന്നത്. ഇത് വരുന്നത് 5 മുതൽ 5.5 to 9.5% ആണ്. അതിൽ 1% സ്കിന്നും സീഡ്സും പോകും. പിന്നെ TSS എന്ന് പറയുന്നത് വാട്ടറിൽ സോലുബിൾ ആകുന്ന സബ്സ്റ്റൻസ് ആണ്. സോളിഡ്സിനാണ് TSS എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഷുഗേഴ്സാണ്. അത് ഇൻക്ലൂഡ്സ് കാർബോഹൈഡ്രേറ്റ്സും പിന്നെ വരുന്ന പ്രോട്ടീൻസും ഫാറ്റ്സും മിനറൽസും ഒക്കെ സോലുബിൾ ആകുന്നതിനെല്ലാം നമ്മൾ TSSനകത്താണ് കൂട്ടുന്നത്. ഇത് മെഷർ ചെയ്യുന്നത് ഡിഗ്രീസ് ഓഫ് ബ്രിക്സിലാണ്. ഇത് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ്. അപ്പം നമ്മൾ ഇത് പ്രധാനപ്പെട്ട ടൊമാറ്റോ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്യൂരി, പേസ്റ്റ്, സോസ്, കെച്ചപ്പാണ്. ഇതിൻ്റെ TSS നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പ്യൂരിയുടെ TSS എന്ന് പറയുന്നത് 9 to 12% ആണ്. ദെൻ പേസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇരട്ടി, അതായത് 12ൻ്റെ ഇരട്ടി 25 to 44%. സോസ് വരുമ്പം അതുമായിട്ട് പേസ്റ്റ് S അല്ലേ, അപ്പോൾ സോസ് S. അപ്പോൾ പേസ്റ്റും സോസും കൂടി ഒരുവിധം താതാമ്യം പ്രാപിക്കുന്ന രീതിയിലാണ്, അതായത് 24 മുതൽ 25% സോസിലുള്ളത്. ദെൻ കെച്ചപ്പ് ആണെങ്കിൽ 28 മുതൽ 30%. ദെൻ ടൊമാറ്റോ പ്യൂരി ആൻഡ് പേസ്റ്റ്. നമ്മൾ ടൊമാറ്റോ പ്യൂരിയും പേസ്റ്റും ഉണ്ടാക്കുന്നത് എപ്പോഴും ജ്യൂസിൽ നിന്നും പൾപ്പിൽ നിന്നുമാണ്. നമ്മൾ പഠിച്ചായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ ഇതെങ്ങനെ പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. ആദ്യം വാഷ് ഔട്ട് ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞ് ട്രിം ചെയ്യണം. ട്രിം ചെയ്ത ശേഷം ഇതിനെ ക്രഷ് ചെയ്തെടുക്കണം. അപ്പം ഇത് രണ്ടും ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പറയുന്നത് ജ്യൂസിൽ നിന്നോ പൾപ്പിൽ നിന്നോ ആണ്, വിത്തൗട്ട് സ്കിൻ ആൻഡ് സീഡ്സ്. അതിൽ ടൊമാറ്റോ സോളിഡ്സ് പ്യൂരിയിൽ 12% കുറയാൻ പാടില്ല. അതുപോലെ സോളിഡ്സ് പേസ്റ്റിൽ 25% കുറയാൻ പാടില്ല. അതായത് ഇവിടെ നമുക്ക് എളുപ്പം ഓർത്തിരിക്കാൻ പറ്റും. പ്യൂരിയുടെ TSS 9 to 12% ആണ്. അതുപോലെ പേസ്റ്റ് 25 to 44% ആണ്. അപ്പോൾ 12% താഴാനും പാടില്ല TS. പേസ്റ്റിൽ 25% താഴാനും പാടില്ല. പിന്നെ 33% എബോവ് ആണെങ്കിൽ ഇത് കോൺസെൻട്രേറ്റഡ് ടൊമാറ്റോ പേസ്റ്റ് എന്ന് പറയും. ഇതാണ് അതിൻ്റെ പ്രോസസ്സിങ് ഓഫ് മേക്കിംഗ് പ്യൂരി ആൻഡ് പേസ്റ്റ്. അതിൽ ആദ്യം ജ്യൂസ് ഓർ പൾപ്പ് എടുക്കണം, അതിനെ കോൺസെൻട്രേഷൻ ചെയ്യണം, പിന്നെ ഹോട്ട് ഫില്ലിങ്, അതായത് പാസ്ചറൈസേഷൻ 30 to 35 minutes, പിന്നെ തെർമൽ പ്രോസസ്സിങ്, കൂളിംഗ്, സ്റ്റോറേജ്. ടൊമാറ്റോ കെച്ചപ്പ് എന്ന് പറയുന്നത് മറ്റുമായിട്ട് സെയിം ആണ്, പക്ഷേ ഇതിനകത്ത് കുറച്ച് വ്യത്യാസം വരുന്നത്. ഇതിനകത്ത് എക്സ്ട്രേനിയസ് ആയിട്ടുള്ള സ്വീറ്റ്നേഴ്സും സോൾട്ടും വിനീഗറും സ്പൈസസും കോണ്ടിമെൻറ്റ്സും ഒക്കെ ആഡ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ബേസിക്കായിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് പറയുന്നത് ജ്യൂസ് എടുക്കും, പ്യൂരി എടുക്കും, പേസ്റ്റ് എടുക്കും. കെച്ചപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ ജ്യൂസ്, പ്യൂരി, പേസ്റ്റ് എടുക്കും. പ്യൂരിയിലും പേസ്റ്റിലും ജ്യൂസ് ഓർ പൾപ്പാണ് എടുക്കുന്നത്. ഇതിൽ പ്യൂരി ഓർ പേസ്റ്റ് എടുക്കാറുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് TSS 25% താഴെയാകാൻ പാടില്ല. അതുപോലെ തന്നെ TS 12% ആണ്. അസിഡിറ്റി 1% ആസ് അസിഡിക് ആസിഡാണ്. ഇതിനകത്ത് നമ്മൾ വിനീഗർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1% ആസ് അസിഡിക് ആസിഡ്. ദ പ്രോഡക്റ്റ് ആൾസോ മൈറ്റ് ബി സം മൈക്രോബയോളജിക്കൽ ക്രൈറ്റീരിയ. FAO റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ടൊമാറ്റോ കെച്ചപ്പിന് കുറച്ച് മൈക്രോബയോളജിക്കൽ ക്രൈറ്റീരിയ ഉണ്ട്. ഇത് ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഓർത്ത് വെക്കുക. മോൾസാണ് കൂടുതലായിട്ടും നമ്മൾ ഈ ആസിഡിക് ഫുഡ്സിൽ കൂടുതൽ മോൾസൊക്കെ കാണപ്പെടുന്നത്. അപ്പോൾ അത് 40% കൂടാൻ പാടില്ല. അതുപോലെ തന്നെ ഈസ്റ്റ് ആൻഡ് സ്പോർ കൗണ്ട് 125 per on per 60 cm. ദെൻ ടോട്ടൽ പ്ലേറ്റ് കൗണ്ട് എന്ന് പറയുന്നത് 10,000 per ml ആകാനും പാടില്ല. ബേസിക്കലി ഒരു ഡിഫറൻസും ഇല്ല ടൊമാറ്റോ കെച്ചപ്പും ടൊമാറ്റോ സോസും തമ്മിൽ. കുറച്ച് അതായത് TSSൻ്റെയൊക്കെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ, കോൺസെൻട്രേഷൻ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. കെച്ചപ്പ് മാനുഫാക്ചർ ചെയ്യാൻ ഇത്രയും സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് റോ മെറ്റീരിയൽ സെലക്ട് ചെയ്യണം. നല്ല റൈപ്പായിട്ടുള്ള റെഡ് കളർ ഫ്രൂട്ട്സാണ് എടുക്കുന്നത്, പക്ഷേ അതെപ്പോഴും ഫെയിം ആയിരിക്കണം. പൾപ്പ്
പ്രൊവൈഡ് ബെറ്റർ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. സോ പെക്റ്റിൻ കണ്ടന്റും പിഗ്മെൻറ്റേഷനും പ്രധാനപ്പെട്ട 2 പാരാമീറ്റേഴ്സാണ്. നല്ല ഗ്രീൻ യെല്ലോ കളർഡ് ഫ്രൂട്ട്സും എല്ലാം നമ്മൾ റിമൂവ് ചെയ്യും. പിന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് എക്സ്ട്രാക്ഷൻ ഓഫ് പൾപ്പ് ഓർ ജ്യൂസ്. പൾപ്പ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഹോട്ട് ഓർ കോൾഡ് പൾപ്പിംഗ് മെത്തേഡ് വഴി എക്സ്ട്രാക്ഷൻ ചെയ്യാറുണ്ട്. ഹോട്ട് എന്ന് പറയുന്നത് ബോയിൽ ചെയ്തിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നതാണ്, ജ്യൂസ് ക്രഷ് ചെയ്തെടുക്കുന്നതാണ്. കോൾഡ് പൾപ്പിംഗ് എന്ന് പറയുന്നത് പൾപ്പർ യൂസ് ചെയ്ത് ഹീറ്റ് ചെയ്യാതെ പൾപ്പ് ചെയ്തെടുക്കും. അതിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് ഹോട്ട് പൾപ്പിംഗ് ആണ്. കാരണം ഹോട്ട് പൾപ്പിംഗ് മെത്തേഡിൽ നമുക്ക് മൈക്രോബയോളജിക്കൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹയർ പ്രൊപ്പോർഷൻ ഓഫ് ടോട്ടൽ സോളിഡ്സ് ലൈക്കോപ്പിൻ പെക്റ്റിൻ കണ്ടൻ്റൊക്കെ ഒത്തിരി കിട്ടും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഹോട്ട് പൾപ്പ് മെത്തേഡാണ്. Then juice standardization. Freshly squeezed juice is thin, watery fluid and its specific gravity varies with the kind of tomato and duration of boiling. TSS should not below 5.66 brix. Then tomato juice or pulp. ഇത് ആ പ്രോസസ്സിങ് ആദ്യം സ്ട്രെയിൻ ചെയ്യണം. പിന്നെ അതിൽ 1/3 ഓഫ് ഷുഗർ ഓർ സ്പൈസ് ബാഗ് ആഡ് ചെയ്യണം. പിന്നെ കുക്കിംഗ് ആൻഡ് കോൺസെൻട്രേഷൻ, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, റിമൈനിങ് സോൾട്ടും ഷുഗറും ആഡ് ചെയ്യും, കോൺസെൻട്രേറ്റ് ചെയ്യും വീണ്ടും. പിന്നെ എൻ പോയിൻ്റ് നോക്കും, റിഫ്രാക്റ്റീവ് മീറ്റർ ഉപയോഗിച്ച് അതിൻ്റെ എൻ പോയിൻ്റ് 5.66 എൻ പോയിൻ്റ് നോക്കും. പിന്നെ എന്തോ ചെയ്യും, ആ സമയത്ത് അതിന് ശേഷം നമ്മൾ വിനീഗർ ആഡ് ചെയ്യുന്നത്. വിനീഗർ ഏറ്റവും ലാസ്റ്റിൽ ആഡ് ചെയ്യുന്നത്, കാരണം ഇത് പെട്ടെന്ന് അല്ലെങ്കിൽ ഹീറ്റിൽ സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്യും. പിന്നെ ബോട്ടിൽ ഫില്ലിംഗ് ആണ്. പിന്നെ തെർമൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പാസ്ചറൈസേഷൻ 30 മിനിറ്റ്സിൽ 85 to 88 ഡിഗ്രി സെൽഷ്യസിൽ. പിന്നെ കൂൾ ചെയ്യും, സ്റ്റോർ ചെയ്യും. ഇതിനകത്ത് ആഡ് ചെയ്യുന്ന സ്പൈസസും നമ്മൾ പറഞ്ഞായിരുന്നു, സ്പൈസസ് ആഡ് ചെയ്യും. പിന്നെ എസെൻഷ്യൽ ഓയിൽസ് സച്ചസ് ഒലിവ് ഓയിൽസ്, അതർ ഓയിൽസ്, മസ്റ്റാർഡ്സ് ഓയിൽസ് ഒക്കെ ആഡ് ചെയ്യും. പിന്നെ അതിനകത്ത് സ്പൈസ് എക്സ്ട്രാക്ട്സ് ആഡ് ചെയ്യും, ഷുഗർ ആഡ് ചെയ്യും, കോമൺ സോൾട്ട് ആഡ് ചെയ്യും. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്പൈസസ് ആണ്. ഇതിൽ കൂടുതൽ ആഡ് ചെയ്യുന്ന റെഡ് ചില്ലി, ബ്ലാക്ക് പെപ്പർ, നട്ട്മെഗ്, ക്ലോവ്, സിനമോൺ, കാർഡമം, മെയ്സ് ആൻഡ് കുമിൻ. പിന്നെ ഇതിനകത്ത് നമ്മൾ സീസണിങ്സിന് വേണ്ടിയിട്ട് ഓണിയൻ, ജിഞ്ചർ, ഗാർലിക്കും യൂസ് ചെയ്യും. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഹെഡ് പോർഷൻ ക്ലോവിൻ്റെ റിമൂവ് ചെയ്യും. ബിക്കോസ് ഹെഡ് പോർഷൻ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ബ്ലാക്ക് നെക്ക് ഫോർമേഷന് കാരണമാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഹെഡ് പോർഷൻ റിമൂവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ യൂസ് ഓഫ് എസെൻഷ്യൽ ഓയിൽസ്, പിന്നെ യൂസ് ഓഫ് സ്പൈസ് എക്സ്ട്രാക്ട്സ്, പിന്നെ ഷുഗർ ആഡ് ചെയ്യും. ഷുഗറിൻ്റെ കോൺസെൻട്രേഷൻ എപ്പോഴും കൊമേഴ്സ്യലി ലെവൽ 10 മുതൽ 26% ആയിരിക്കണം. 10 മുതൽ 26% ആയിരിക്കണം. സോൾട്ട് ആണെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ 1.5 to 3.5% ആയിരിക്കണം. 1.5 to 3.5% ആയിരിക്കണം. സോൾട്ടിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എൻഹാൻസ് ഫ്ലേവർ പ്രോഡക്റ്റ്, ദെൻ എക്സ്പെർട്ട് ആസ് എ പ്രിസർവേറ്റീവ്. വിനീഗർ നമ്മൾ സോൾട്ട് വിനീഗർ ആഡ് ചെയ്യും, സിഡാർ വിനീഗർ ആഡ് ചെയ്യും, അല്ലെങ്കിൽ മാൾട്ട് വിനീഗർ യൂസ് ചെയ്യും. വിനീഗറിൽ 5% അസിറ്റിക് ആസിഡ് വേണം. ദെൻ വിനീഗർ ഈസ് ഓൾവേസ് ആഡഡ് ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദ പ്രോസസ് കെച്ചപ്പ് ഓർ സോസ് മാനുഫാക്ചർ, അത് പറഞ്ഞതാണ്. ദെൻ കെച്ചപ്പ് കണ്ടെയ്ൻസ് 1.25 to 1.5% അസിറ്റിക് ആസിഡ്. നേരത്തെ 1% പറഞ്ഞത്, അതിൽ ചെറിയ വേരിയേഷൻ ഉള്ളൂ. ദാറ്റ് ഈസ് 1.25 to 1.5% അസിറ്റിക് ആസിഡ്. ഇത് ഫ്ലേവർ എൻഹാൻസ് ചെയ്യും. അതുപോലെ തന്നെ പ്രിസർവേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. തിക്കനിങ് ഏജൻറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പെക്റ്റിൻ ആൻഡ് പിഗ്മെൻറ്റേഷൻ ആർ 2 ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ പെക്റ്റിൻ കുറവ് വന്നാൽ പേസ്റ്റോ പ്യൂരിയോ ഒക്കെ യൂസ് ചെയ്യുമ്പം എന്തെങ്കിലും റിസൾട്ടിൽ പെക്റ്റിൻ കുറവ് വന്നാൽ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ പെക്റ്റിൻ ആഡ് ചെയ്ത് കൊടുക്കും. Insufficient quantity of pectin in tomato juice, puree or paste invariably results in serum separation in ketchup during storage. നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നതനുസരിച്ചാണ് ഇതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നേരെ ചൊവ്വേ പെക്റ്റിൻ ക്വാണ്ടിറ്റി ഒന്നും സഫിഷ്യൻ്റ് അല്ലാതെ മാനുഫാക്ചർ ചെയ്തെടുത്താൽ അതിൽ സെറം സെപ്പറേഷൻ ഉണ്ടാകും. ടെക്സ്ചർ ഡിഫറൻസ് അനുസരിച്ച് സെറം സെപ്പറേഷൻ പ്രോഡക്റ്റിൽ ഉണ്ടാകും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെക്റ്റിൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കും. Ketchup prepared by cold processing contains very less amount of pectin due to incomplete solubilization and extraction of pectin. Pectin മുഴുവനായിട്ടും ലയിക്കാത്തത് കൊണ്ട് തന്നെ കോൾഡ് പ്രോസസ്സ് ചെയ്യുമ്പോൾ പെക്റ്റിൻ ഷോർട്ടേജ് ഉണ്ടാകും. Likewise, using variety with low pectin content may also necessitate addition of certain thickening agents. ലോ പെക്റ്റിൻ ആണെങ്കിൽ നമ്മൾ കുറച്ച് തിക്കനിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്യും. അതിൽ ഫസ്റ്റ് പെക്റ്റിൻ ആണ് 0.1 to 0.2% ആഡ് ചെയ്യും. പിന്നെ അല്ലെങ്കിൽ കോൺസ്റ്റാർച്ച് ആഡ് ചെയ്യും, 1% കോൺസ്റ്റാർച്ച്.
Then hydrocolloids may be added to control this problem. അത് കഴിഞ്ഞ് സാന്തൻ ഗമ്മും ആഡ് ചെയ്യും. ഇറ്റ് ഈസ് ഐഡിയൽ തിക്നർ ഫോർ ദിസ് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ആസിഡ് സ്റ്റെബിലിറ്റി ആൻഡ് സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലോ പ്രോപ്പർട്ടീസ് ഇറ്റ് ഇമ്പാർട്സ്. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ കാണും ഇത് സാന്തം ഗം യൂസ് ചെയ്യുന്ന തിക്കനിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഏതാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കെച്ചപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട് സാന്തൻ ഗം ടു പ്രിവെൻറ്റ് serum separation. Then pectin may also be added at the rate of 0.1 to 0.2% by weight of finished product in clear juice or pulp to check the problem of serum separation and to increase viscosity. അപ്പം ജ്യൂസിലും പൾപ്പിലും പെക്റ്റിൻ ആഡ് ചെയ്യാറുണ്ട് 0.1 to 0.2%. Then storage, bottling and packaging. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പാസ്ചറൈസേഷൻ 85 to 88 ഡിഗ്രി സെൽഷ്യസിലാണ് 33 മിനിറ്റ്സിലാണ് ഹോൾഡ്. ഇത് ബോട്ടിൽ ചെയ്യുന്നത് ഹോട്ടായിട്ടാണ് ടു പ്രിവെൻറ്റ് ബ്രൗണിങ് ആൻഡ് ലോസ് ഓഫ് വിറ്റാമിൻ ഡ്യൂറിങ് സബ്സിക്വൻറ്റ് സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. Then hot filling of bottle also assists in creation of vacuum in the headspace during cooling of ketchup. The crown cork used for ketchup bottle should be lined with polyvinyl chloride to prevent the contact of ketchup with the metallic portion to avoid black neck formation. നമ്മളെപ്പോഴും കൂടുതലായിട്ട് വരുന്ന മെറ്റൽസ് ആണെങ്കിൽ കോർക്ക് മെറ്റൽസ് ആണെങ്കിൽ അതിന് നമുക്കൊരു ചെറിയ പ്ലാസ്റ്റിക് കോട്ട് കൊടുക്കും. എന്തുകൊണ്ടെന്നാൽ അതിനകത്തുള്ള ഫെറസ് കണ്ടൻറ്റും ഇതുമായിട്ടും ക്ലോവിൽ ടാനിൻ കണ്ടൻറ്റുമായിട്ട് റിയാക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഒരു PVCയുടെ കോട്ടിംഗ് കൊടുത്തിട്ടാണ് ബോട്ടിൽസിൻ്റെ കോർക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. സോസ് ആൻഡ് കെച്ചപ്പ് ഈസ് ആൾസോ പാക്ഡ് ഇൻ ലാമിനേറ്റഡ് ഫ്ലെക്സിബിൾ പാക്കേജിംഗ് മെറ്റീരിയൽസ് കൺസിസ്റ്റ് ഓഫ് പോളിയെത്തിലീൻ, പോളിയസ്റ്റർ ആൻഡ് അലുമിനിയം. ഇത് പാക്കേജ് ചെയ്യുന്നത് എപ്പോഴും ലാമിനേറ്റ് ചെയ്ത ഫ്ലെക്സിബിൾ പാക്കേജിംഗ് മെറ്റീരിയൽസിലായിരിക്കും. പോളിയെത്തിലീൻ, പോളിയസ്റ്റർ ആൻഡ് അലുമിനിയം. പിന്നെ ഗ്ലാസ് ബോട്ടിൽസും യൂസ് ചെയ്യാറുണ്ട്. These polymers may be co-extruded in different combinations to get the desired functional and mechanical properties. Sauce and ketchup require protection from oxidation and moisture migration. Moreover, certain squeezable bottles are also used for packaging of these products. Bottled and packaged are stored under ambient temperature such as 30 to 35 degrees Celsius under dry place. പാസ്ചറൈസേഷൻ പറഞ്ഞായിരുന്നു നമ്മൾ കൂടുതൽ 85 to 88 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 to 35 മിനിറ്റ്സ് ആണ്. Then care must be taken to cool the bottle immediately after pasteurization to avoid the degradation of nutrients and overprocessing. Shelf life is enhanced using preservatives. ഡിഫക്ട്സ് ഇൻ കെച്ചപ്പ്. അതിൽ പ്രധാനപ്പെട്ട 2 ഡിഫക്ട്സ് ആണ്. ഒന്ന് സിറം സെപ്പറേഷൻ, 2 ബ്ലാക്കനിങ് ഡിഫക്റ്റ്. അതിൽ സിറം സെപ്പറേഷൻ നമ്മൾ പറഞ്ഞതാണ്. അതായത് സഫിഷ്യൻ്റ് എമൗണ്ട് ഓഫ് പെക്റ്റിൻ പൾപ്പിലോ പ്യൂരിയിലോ ഇല്ലെങ്കിൽ നമ്മുടെ കെച്ചപ്പൊക്കെ മാനുഫാക്ചർ ചെയ്ത് കഴിയുമ്പോൾ സിറം സെപ്പറേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സഫിഷ്യൻ്റ് എമൗണ്ട് ഓഫ് തിക്കനിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കും, ഇല്ലെങ്കിൽ സിറം സെപ്പറേഷൻ ഉണ്ടാവും. ദെൻ ബ്ലാക്ക് നെക്ക് ഡിഫക്റ്റ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ടാനിൻസ് ഉണ്ട് സ്പൈസസിൽ, എസ്പെഷ്യലി ക്ലോവ്സിൻ്റെ ഹെഡ് റിമൂവ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ടാനിൻസ് ഉണ്ടാകും. അല്ലെങ്കിൽ ഈ ടാനിൻസ് എന്തോ ചെയ്യുമെന്ന് വെച്ചാൽ എക്സ്ട്രാക്ട് ചെയ്യും, നമ്മുടെ പ്രോഡക്റ്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുകയും ഈ ഫിനോളിക് കോമ്പൗണ്ട്സ് കോണ്ടാക്ട് ചെയ്ത് അയണുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യും. അയൺ എന്ന് പറയുന്നത് നമുക്ക് മാനുഫാക്ചർ ചെയ്യുമ്പം ആ ഇൻസ്ട്രുമെൻറ്റ്സിൽ നിന്നും ഉണ്ടായി വരാം, അല്ലെങ്കിൽ ഇതിൻ്റെ കോർക്കിൽ നിന്നും ഉണ്ടാകാം. ഇത് ആ അയണുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഫെറസ് ടാനേറ്റ് ഫോം ചെയ്യും. ഈ കോമ്പൗണ്ട് അണ്ടർഗോസ് ഓക്സിഡേഷൻ ആൻഡ് ഫോംസ് ഫെറിക് ടാനേറ്റ് ആവും. ആൻഡ് ഇറ്റ് ഈസ് എ ബ്ലാക്ക് കളേർഡ് കോമ്പൗണ്ട്. ഇത് നെക്ക് റീജിയനിൽ വന്നിട്ട് ഒരു ബ്ലാക്ക് കളേർഡ് നെക്ക് ഫോം ചെയ്യും. ടു ചെക്ക് ഇറ്റ് one should not use iron or copper utensils and headless cloth should be used. The inner lining of bottle cap should be PVC ആയിരിക്കണം എപ്പോഴും. Among the microbiological problem, mold growth is the most serious one. Microbiological growth can taken care by adding chemical preservatives, specifically benzoic acid. സ്പെഷ്യലി നമ്മൾ യൂസ് ചെയ്യുന്ന benzoic acid ആണ്. ഇത് എത്ര ppm എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 750 ppm ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. FSS ഗൈഡ് ലൈൻസ് അനുസരിച്ച് മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് ഓഫ് ബെൻസോയിക് ആസിഡ് ഈസ് 750 ppm. Thanks for watching. Stay safe and healthy.